ഒരു ട്രൂപ്പ് മാനേജർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാണ്, ഇന്ന് നാടകം നടക്കില്ല. ഭൂലോകം മുഴുവൻ തപ്പിയിട്ടാണ് ഞാൻ ആ കൂത്താട്ടുകുളത്തിനെ കൊണ്ടുവന്നത്. അവള് വന്നിട്ട് ബോംബിട്ടേച്ചും പോയി. ഇനി തപ്പുന്ന പരിപാടി ഞാൻ നിർത്തി. അപ്പൊ ഇന്ന് നാടകമില്ലേ? ഇന്നെന്നല്ല, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നാടകം നടക്കുന്ന കാര്യം പരുങ്ങല്ല. അല്ല, അത് ഞാൻ ഒഫീഷ്യലായിട്ട് പറയല്ല കേട്ടോ. ഒരു വർഷം 365 ദിവസം കളിയിലെ ട്രൂപ്പ് വിട്ടിട്ടാ ചേട്ടൻ വിളിച്ചപ്പോ ഞാൻ കൂടെ പോകുന്നത്. അതെ, എന്തായാലും ഞങ്ങളുടെ ഈ വർഷം പോയി കിട്ടിയല്ലോ ഏട്ടാ. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ കൊച്ചേ. ഇവിടെ നടന്ന മുഴുവൻ സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്തെല്ലാം വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടാ ചേട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്? എടാ, നിന്നെ കത്തം കെട്ടാല്ലേ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? അതെ. ഒരു കാര്യം ചെയ്യ്, നീ ഈ വർഷം എവിടെയെങ്കിലും പോ. ഈ വർഷം ഞാൻ എവിടെ പോയി കെട്ടും? നിനക്ക് കെട്ടുകയല്ലേ വേണ്ടു. നീ പോയൊരു പെണ്ണ് കെട്ടറാ. അപ്പൊ കെട്ടിയതിനെയോ? കെട്ടഴിച്ച് വിട്ടേര്. ചവിട്ടുന്നുണ്ട്. അതെ, 4 ടെലിഫിലിം, 1 ടെലിസ്കോപ്പ്, അല്ല സിനിമാസ്കോപ്പ്. ഈ മാസം വന്ന് എന്നെ വിളിച്ചതാ. നിങ്ങളെയൊക്കെ ഓർത്താ ഒരു ഹീറോ ആയ ഞാൻ പോകാതിരുന്നത്. എടാ, നീ നാടകത്തിലെ ഹീറോ അല്ലേ? അതെ. നീ സിനിമയിലോട്ട് പോയി സീറോ ആകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു കോപ്പിലേക്ക് പോകണ്ട. ആർട്ടിസ്റ്റിനെ ഒരുമാതിരി നിങ്ങൾ ഇൻസൾട്ട് ചെയ്യരുത് കേട്ടോ. ശരി, ആർട്ടിസ്റ്റിനെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യരുത്. അതിന് ആർട്ടിസ്റ്റ് ആണെങ്കിലല്ലേ. സ്കോപ്പിൽ പോകേണ്ട ആൾക്ക് സ്കോപ്പിലേക്ക് പോവാം. മറ്റുള്ളവർക്ക് എവിടെയാ സ്കോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോവാം. എല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ കാരണം കൊണ്ടാണ് ഈ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായത്. ഇവിടുത്തെ ഈ പ്രശ്നം തീർക്കാണ്ട് പുതിയൊരു നടിയെ തേടി പിടിച്ച് നാടകം തുടരാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ വിഷമം എനിക്കറിയാം. പക്ഷെ ഈ അവസ്ഥയിൽ നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം. തൽക്കാലം ഈ ട്രൂപ്പ് പിരിച്ചുവിട്ടിരിക്കുന്നു. ഞാൻ വെയിറ്റ് ചെയ്യണം. നീ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്താ നിലടഞ്ഞു വന്നേ? എന്തുകൊണ്ടാ? ആ കൂത്താട്ടോട് ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നിന്നെന്തിനാ പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഈ തറവാട് കുളം തോണ്ടാൻ വേണ്ടി മനഃപൂർവ്വം നീ ഇറങ്ങി തിരിച്ചിരിക്കുക. ഞാൻ എന്റെ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ വന്നത്. ആഹാ, കൊള്ളാമല്ലോ. കുഞ്ഞിനെ ഏൽപ്പിക്കാൻ ഇതെന്താ അനാഥാലയം പറ്റുവാണോ? ആ കുഞ്ഞിന്റെ അച്ഛൻ വന്നല്ലോ. മോളെ, കുഞ്ഞിനെ അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്ക്. ഏതായി കുട്ടി? അത് മോനോട് ചോദിക്കും. എന്റെ കുഞ്ഞോ? ആ, അനാവശ്യം പറയരുത്. ഞാൻ ഈ പെണ്ണിനെ അറിയ പോലും ഇല്ല. മാന്യന്മാരെ അവഹേളിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കാൻ നീ. മാന്യത, ഇയാളുടെ മാന്യതയുടെ കഥയൊക്കെ ഇവള് പറയും. എടീ, എന്താ നിന്റെ ഉദ്ദേശം? നീ ബാലുണ്ട് സ്വത്തും പണം മോഹിച്ചാ ഈ കൊച്ചിനും പൊക്കി പിടിച്ചു വന്നിരിക്കുന്നെ? സ്വത്തും പണവും. സ്വത്തും പണത്തെക്കാൾ വലിയ സ്വത്ത് അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇതിനൊരു ന്യായമായ തീരുമാനം എടുത്തില്ലെങ്കിൽ നിന്നിന്ന് വെറുതെ വിടാൻ പോലില്ല. നാട്ടിക്കും ഞാൻ, നാട്ടിക്കും. നാടകത്തിന്റെ പേരും പറഞ്ഞ് കണ്ടിടത്തൊക്കെ കയറി ഇറങ്ങി നടന്നിട്ട് തന്തയാരെന്ന് അറിയാത്ത കുഞ്ഞിനെ കൊണ്ട് വന്നിരിക്കുകയാണല്ലേ? തന്തയില്ലാത്ത കുഞ്ഞ്, നിങ്ങൾ എന്നെ ഇത് പറയണം? എന്റെ മാനം നശിപ്പിച്ചിട്ട് രാത്രിക്ക് രാത്രി ഒളിച്ചോടിപ്പോയ നിങ്ങളുടെ മുന്നിൽ തെളിവായി തരാൻ ഈ കുഞ്ഞല്ലാതെ എന്റെ കയ്യിൽ മറ്റൊന്നുമില്ല. ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി നിങ്ങളുടെ കുഞ്ഞല്ലെന്ന് പറഞ്ഞാൽ ഈശ്വരൻ പോലും നിങ്ങളോട് പൊറുക്കില്ല. ഇന്നെന്നെ അറിയില്ല എന്ന് പറയേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾ താലി കെട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന പെണ്ണിന്റെ മുമ്പിൽ സമർത്ഥമായിട്ട് നിങ്ങൾ അഭിനയിക്കുന്നു. മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് സുഖവും സന്തോഷവും പങ്കിടാനല്ല ഞാൻ വന്നത്. ജീവിക്കാനുള്ള മോഹം
എനിക്കെന്നേ നഷ്ടപ്പെട്ടു. മതി നിർത്ത. എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ നീ അകത്ത് പോകാൻ. ഇവിടെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അങ്ങനെ അങ്ങോട്ട് പേടിപ്പിക്കല്ലേ. ഈ നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ, ഇതിനൊരു സമാധാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയണല്ലോ. നോക്കിയേ, ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയേ, കണ്ടോ? കണ്ടില്ലേ? ഇത് ഇവിടുത്തെ ആകാശവാണിക്കാരന്റെ കുഞ്ഞല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളൊക്കെ മുമ്പിൽ വലിയ പൂളിച്ച് മാലിനാന്നും പറഞ്ഞു നടന്ന് 3-4 വർഷം മുമ്പ് ഒപ്പിച്ചതാണ് ഈ കുഞ്ഞിനെ. ഈ കുഞ്ഞിനും തള്ളനി ഏറ്റെടുപ്പിച്ചിട്ടില്ലാതെ ഈ ആലങ്കോട് വാസം കൊടുത്ത് പോവില്ല. കണ്ടടത്തൊക്കെ ഓടി നടന്നൊരു ടേബിളിച്ചും കൊണ്ട് വന്നിരിക്കുന്നു കുഞ്ഞിന്റെ തെളിവെടുക്കാൻ. എങ്ങനെ കൊടുത്തു? നമുക്ക് പോവാം. മേലാൽ ഈ പരിസരത്ത് എങ്ങും കണ്ടുപോയി വിടാ വണ്ടി. മോളെ, നീ എങ്ങോട്ടാ പോകുന്നത്? എന്തു ഞാൻ പറയുന്നൊന്ന് കേൾക്കോളെ. കാര്യം എന്തെന്നറിയാതെ ബുദ്ധിമോശമൊന്നും കാണിക്കരുത്. മോളെ, ഏതോ ഒരു അലവലാതി പെണ്ണ് വന്ന് എന്തൊക്കെയോ ഭ്രാന്ത് പറഞ്ഞെന്ന് കരുതി മോളെ എവിടേക്കായി ഇറങ്ങി പോണേ? മോനെ, എന്താ ഉണ്ടായതെന്ന് എന്നോടെങ്കിലും നീ സത്യം പറ. ഒന്നുമില്ലാതൊരു പെണ്ണ് നിന്റേതാണെന്നും പറഞ്ഞ് ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കയറി വരുവോ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ലമ്മേ. എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക? സത്യാവസ്ഥ എന്താന്ന് ഇപ്പോഴും ആർക്കും അറിയില്ലല്ലോ. ബാലുവിനോട് വെറുതെ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ട. നമ്മുടെ ബാലു അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഗുരുവായൂരപ്പ, എന്റെ മോൾ അവിടെ ചെന്ന് എന്തെങ്കിലും അവിവേകം കാണിക്കുമോന്നാ എനിക്ക് പേടി. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാരായണിയെ, എടി കുറച്ച് ദിവസമായാലും ഇന്ദുവിന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് രണ്ടുപേരെയും കൂടി എന്താ കാണാത്തെന്ന് ഞാൻ ആലോചിക്കുന്നേ.
ആ ചിലപ്പോ രണ്ടും കൂടെ ടൂർ പോയതായിരിക്കും. ദേ പിന്നെ കല്യാണം കഴിഞ്ഞ 1-2 ആഴ്ച നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു ചടങ്ങുണ്ട്. അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോ ഞാൻ എത്ര നിർബന്ധിച്ചതാ. എടീ അവൻ എന്നെ പോലെ സ്റ്റേറ്റ് ഫോർവേഡാ. ഇന്ദുവിനെ പിരിഞ്ഞ് ഒരു നിമിഷം ആ ചെറുക്കാൻ നിൽക്കത്തില്ല. അവനെ കിട്ടിയതേ നമ്മുടെ ഭാഗ്യ. പിള്ളേരുടെ കാര്യം പറഞ്ഞേ ഉള്ളൂ, ദേ എത്തി. മോളെ നീ തനിച്ച് വന്നോളൂ. മോളെ എന്താ മക്കളെ വല്ലാണ്ടിരിക്കുന്നത്? അച്ഛനെ വിഷമിപ്പിക്കാതെ കാര്യം പറയുന്നു.